മെത്രാന്മാരുടെ എണ്ണം കൂട്ടിയും വിശ്വാസികളുടെ കണ്ണിലെ കരടായ വിവാദ വൈദികൻ എബ്രഹാം കാവിൽ പുരയിടത്തിനെ നിലനിർത്തുകയും ചെയ്യുമ്പോൾ ധാർമ്മികത ലവലേശം പോലും ഇല്ലാത്ത വൈതാളികരായ ബിഷപ്പുമാരിൽ നിന്നും ഒന്നും വിശ്വാസികൾ പ്രതീക്ഷിക്കുന്നില്ല. ഏകീകൃത കുർബാന എറണാകുളത്ത് നടപ്പിലാക്കാതെ മാർപ്പാപ്പയെ കബളിക്കുന്ന മാർ റാഫേൽ തട്ടിലും സിനഡും ദൈവത്തിനു മുൻപിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. വിശ്വാസികളിൽ നിന്നും തട്ടിലും സിനഡും അകന്നുപോയി. സിനഡ് മെത്രാന്മാർ പല പോലെ വളരുകയാണ്, ആഡംബര ജീവിതം നയിക്കുകയാണ്, വിശ്വാസികൾ തളരുകയാണ്, പട്ടിണിയിലാവുകയാണ്. അടുത്ത 4 വർഷത്തിനുള്ളിൽ വിശ്വാസത്യാഗം സഭയിൽ പൂർണ്ണമാകും. യുവജനങ്ങൾ സഭ വിടുന്നത് കാണാത്ത മെത്രാന്മാരുടെ കണ്ണിലെ കരട് എന്ന് മാറുന്നു അന്നേ സഭ രക്ഷപ്പെടുകയുള്ളൂ. മിശ്ര വിവാഹം വഴി ഓരോ ദിവസവും 100 കണക്കിന് യുവജനങ്ങൾ സഭ വിടുകയാണ്. എന്നിട്ടും ലവലേശം ഉളുപ്പില്ലാതെ ചുവന്ന അരപ്പട്ട കെട്ടി നടക്കുകയാണ്. ബധിരരും മൂകരുമായി അഭിനയിക്കാൻ ഏറ്റവും കഴിവുള്ള ആളുകളാണ് മെത്രാന്മാർ. അതുകൊണ്ട് എത്ര സിനഡുകൾ നടന്നാലും ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരുകയില്ല. നാട്ടുരാജ്യത്തെ രാജാക്കന്മാരായി വാഴുന്ന മെത്രാന്മാർക്ക് അവരുടെ അരമനയുടെ മതിൽക്കെട്ടിനുള്ളിൽ മാത്രമേ വാ തുറക്കാൻ കഴിയുകയുള്ളൂ, അഥവാ തിണ്ണമെടുക്ക് മാത്രമേ ഉള്ളൂ എന്ന് സാരം. അത് മീനച്ചിലാറ്റിൻ കരയിറയിൽ കരക്കമ്പി പറഞ്ഞു നടക്കുന്നവരായാലും, തൃശ്ശൂർ റൗണ്ടിൽ കടലക്കച്ചവടം നടത്തുന്നവരായാലും, പറയപ്പള്ളിയിൽ ഉള്ളവരായാലും, വയനാട്ടിൽ ഇഞ്ചി കൃഷി നടത്തുന്നവരും ഒരേപോലെ തന്നെയാണ്. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുമെന്ന് പറഞ്ഞതുപോലെയാണ് സിനഡിൽ പങ്കെടുക്കുമ്പോൾ മെത്രാന്മാരുടെ അവസ്ഥ.